നമസ്കാരം. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഉദാഹരണം അല്ലെങ്കിൽ മോർണിംഗ് എറക്ഷൻസ് മുന്നത്തേക്കാൾ വളരെയേറെ കുറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് തീരെ കാണാതെ വന്നിട്ടുണ്ടോ? എങ്കിൽ അത് വെറും ഒരു ലൈംഗിക ശേഷിക്കുറവ് മാത്രമല്ല, അത് നിങ്ങളുടെ ഹൃദയത്തിലോട്ടുള്ള രക്തയോട്ടം കൂടെ ബ്ലോക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അപകടത്തിലായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ശരീരം കാണിക്കുന്ന കുറച്ച് അപകട സൂചനകളാണ്. മെയിനായിട്ട് ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറയുമ്പോൾ നിങ്ങളുടെ ശരീരം കാണിക്കുന്ന കുറച്ച് അപകട സൂചനകൾ മുൻകൂട്ടി എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഹാർട്ടിന് ബ്ലോക്ക് വരിക, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തു അപ്പോൾ അതിൽ ബ്ലോക്ക് കണ്ടു, അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ, നെഞ്ചുവേദന പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ അതൊക്കെ നമ്മൾ അറിയുന്നത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ്. അതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ശരീരം കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. അത് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലെ ചെറിയ ചെറിയ രക്തക്കൊഴലുകളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് ആ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതിന് മെയിനായിട്ട് ലൈംഗികപരമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള ശേഷിക്കുറവുകൾ കാണിച്ചുകൊണ്ടാണ് ശരീരം അത് കാണിക്കുന്നത്. അപ്പോൾ ലിംഗത്തിലോട്ടുള്ള രക്തക്കൊഴലുകളാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഹാർട്ടിൻ്റെ രക്തക്കൊഴലുകൾ, ഹൃദയത്തിൻ്റെ രക്തക്കൊഴലുകളേക്കാൾ വളരെ ചെറിയ രക്തക്കൊഴലുകളാണ്. അപ്പോൾ ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ആദ്യം കൂടുതലായിട്ട് വരുന്നത് ലിംഗത്തിലോട്ടുള്ള രക്തക്കൊഴലുകളിലാണ്. അപ്പോൾ ഈ ലിംഗത്തിലോട്ടുള്ള രക്തക്കൊഴലിന് ബ്ലോക്ക് വരുമ്പോൾ മെയിനായിട്ട് ലക്ഷണങ്ങൾ കാണിക്കുക രാവിലത്തെ ഉദ്ധാരണം കുറയുന്നതാണ്. അപ്പോൾ ഈ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കണം. ഇത് ഈ ഒരു രക്തയോട്ടത്തിന് ബ്ലോക്ക് വരുന്നത് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതിലാദ്യമായിട്ട് വരുന്നത് ഏറ്റവും വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് മോർണിംഗ് എറക്ഷൻസ് ആണ്. മോർണിംഗ് എറക്ഷൻസ് എന്ന് പറയുമ്പോൾ രാവിലത്തെ ഉദ്ധാരണം മുന്നേ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി പണ്ടത്തേക്കാൾ വളരെയേറെ കുറഞ്ഞു വരിക, അല്ലെങ്കിൽ തീരെ കാണാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം അപകടത്തിലായിട്ടുണ്ട്, അത് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമതായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ, സെക്ഷൽ തോട്ട് ഒക്കെ ഉണ്ടാവും. ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാതെ വരിക. കാരണം ബ്രെയിനിൽ ആ ഒരു സെക്ഷൽ സ്റ്റിമുലസ് കിട്ടിയാൽ പോലും നിങ്ങളുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ സെക്ഷൽ ഓർഗൻ അതിൻ്റെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൈനാണ്. ഇനി മൂന്നാമതായിട്ടുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഉദ്ധാരണം കിട്ടാൻ ഒരുപാട് സമയമെടുക്കുക. ഇറക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ധാരണം കിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെനൈൽ ബ്ലഡ് ഫ്ലോയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി അടുത്തതായിട്ടുള്ളൊരു ലക്ഷണം വരുന്നത് വെച്ചാൽ, ഇനി ഇൻ കേസ് ഉദാഹരണമായി കിട്ടിയാൽ തന്നെ അത് പണ്ടത്തെ അത്ര ഒരു ടെമ്പർ ഇല്ലാതെ വരിക, അതിനൊരു ബലം കിട്ടാത്തൊരവസ്ഥ, വളരെ ലൂസായിട്ടുള്ള ഒരു ഇറക്ഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ അവിടെ നടന്നിട്ടില്ല, ചെറിയ രീതിയിലുള്ള ഒരു ബ്ലഡ് ഫ്ലോ മാത്രമേ നടന്നിട്ടുള്ളൂ, എന്തോ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇനിയിപ്പോൾ ഉദാഹരണമായി ചെറിയ ബലക്കുറവോട് കൂടിയിട്ടൊക്കെ ഉദാഹരണമായാൽ തന്നെ ചില ആളുകൾക്ക് സെക്സിനിടയിൽ ഇൻ ബിറ്റ്വീൻ സെക്സ് ആ ഉദാഹരണം പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെടും. ബലക്ഷയം എന്ന് പറയും. മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലക്ഷണമാണ്. പിന്നെ പല ആളുകളും പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു രതിമൂർച്ച അല്ലെങ്കിൽ ഓർഗാസം എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഉദാഹരണം നഷ്ടപ്പെടുന്നതുകൊണ്ട് പെട്ടെന്ന് ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രതിമൂർച്ച എത്തുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഉദാഹരണം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ സ്ഖലനം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഞരമ്പുകളെയും ബാധിച്ചിട്ടുണ്ട്, കൂടാതെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ രക്തക്കൊഴലുകളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ മിക്ക ആളുകളുടെയിലും പല പേഷ്യൻസും നമ്മുടെ അടുത്ത് ഒ പിയിൽ വന്ന് പറയുന്ന ഒരു ലക്ഷണമാണ്, ഡോക്ടറെ എൻ്റെ ലിംഗത്തിൻ്റെ സൈസ് ചുരുങ്ങി വരുന്നുണ്ട് ഡോക്ടറെ, മുന്നത്തേക്കാൾ വളരെയേറെ ചുരുങ്ങിയിട്ടുണ്ട് ഡോക്ടറെ. നമുക്കൊക്കെ അറിയാം ഒരു ബലൂൺ അത് നല്ല രീതിയിൽ വീർത്തിരിക്കുന്നത് എപ്പോഴാണ്, അതിൽ നല്ല രീതിയിൽ നമ്മൾ ഒന്നുകിൽ എയർ ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ, വാട്ടർ ഫില്ല് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളമോ അല്ലെങ്കിൽ എയറോ എത്താതെ വരുമ്പോൾ ബലൂണിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും. ഇത് ഈ സെയിം മെക്കാനിസം തന്നെയാണ് നിങ്ങളുടെ പെനിസിലും സംഭവിക്കുന്നത്. നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സൈസ് ഫീൽ ചെയ്യും. അതിലേക്ക് കറക്റ്റായിട്ടുള്ള ബ്ലഡ് വന്ന് പൂൾ ചെയ്യുന്നില്ല, ഒരു ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള സൈസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ചുരുങ്ങിയതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ ഈ ലിംഗത്തിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം നിങ്ങളുടെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം അപകടത്തിലായിട്ടുണ്ട് എന്നുള്ളത്.
ഇനി എന്തുകൊണ്ടാണ് ഈ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറയാനുള്ള കാരണം, എന്തുകൊണ്ട് ഈ ബ്ലോക്ക് വന്നു എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കണ്ടേ. മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഷുഗർ, ഡയബറ്റീസ്. ഈ ഡയബറ്റീസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം ബ്ലോക്ക് ആക്കും. കൂടാതെ ലിംഗത്തിൻ്റെ ഞരമ്പുകളെയും കൂടെ അത് ബാധിക്കും. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. അപ്പോൾ അത് കാരണം ഒരു സെക്ഷൽ സ്റ്റിമുലസ് അങ്ങോട്ടേക്ക് ആ ഒരു ഓർഗനിലേക്ക് എത്താനും വളരെയേറെ ടൈം എടുക്കുന്നത് കൊണ്ട് ബ്ലഡ് ഫ്ലോ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നിങ്ങൾക്ക് ഇറക്ഷനിൽ പ്രോബ്ലം ഉണ്ടാകും. അതുപോലെ പ്രിമച്ചുർ ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. രണ്ടാമതായിട്ട് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. ഹാർട്ടിലൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കാൻ നമ്മൾ എന്താ പറയുക, കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടാണ് ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതേ സെയിം കൊഴുപ്പ് നിങ്ങളുടെ ലിംഗത്തിൻ്റെ രക്തക്കൊഴലുകളിലും പോയിട്ട് അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പോൾ കൊളസ്ട്രോൾ കൂടിയ ആളുകളുടെ, അതുപോലെ ട്രൈഗ്ലിസറൈഡ് കൂടിയ ആളുകളുടെ, അതുപോലെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കൂടിയ ആളുകളുടെയൊക്കെ ഈ ഒരു ബ്ലോക്ക് വന്ന് അത് ലൈംഗിക ശേഷിക്കുറവ്, ഉദ്ധാരണക്കുറവ്, അതുപോലെ തന്നെ ശീഘ്രസ്ഖലനം പോലുള്ള അസുഖങ്ങളായിട്ട് കാണിക്കാറുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നൊരു കാരണമാണ് പ്രഷർ. ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ആളുകളുടെ മെയിനായിട്ട് ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ രക്തക്കൊഴലുകളുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇലാസ്റ്റിസിറ്റി കൂടുതലുള്ള സമയത്താണ് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഇല്ലെങ്കിൽ എന്തായിരിക്കും, രക്തക്കൊഴലുകൾ വളരെ ഹാർഡാവും, രക്തക്കൊഴലുകൾ ചുരുങ്ങിപ്പോവും. അപ്പോൾ ചുരുങ്ങിയ ഒരു രക്തക്കൊഴലിലൂടെ പാസ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവും വളരെയേറെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അതും നിങ്ങളുടെ ലൈംഗിക ശേഷിയെ നല്ല രീതിയിൽ ബാധിക്കും. ഇനി അടുത്തൊരു കാരണമാണ് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്ക്. അത് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഹൃദയമാണ് മെയിനായിട്ട് എല്ലാ ഭാഗത്തോട്ടുള്ള രക്തയോട്ടത്തെ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾക്ക് ഈ ഒരു സർക്കുലേഷനെ, ബ്ലഡ് രക്തയോട്ടത്തെ നല്ല രീതിയിൽ ബാധിക്കും. അത് ഏത് ഭാഗത്തോട്ടുള്ള രക്തയോട്ടത്തെ ആണെങ്കിലും നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇതിനൊരു കാരണമാണ്. പിന്നെ അടുത്തതായിട്ടാണ് ഹോർമോണൽ ഇംബാലൻസ്. പുരുഷന്മാരിലാണെങ്കിൽ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ലെവൽ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടും ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ മിക്ക ആളുകളുടെയും കാണുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ലാക്ക് ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ ഒരു സെഡൻഡറി ഹാബിറ്റ്, മെയിനായിട്ട് ഇരുന്നിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുടെ, ഡ്രൈവർമാരുതില്ല, പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് IT മേഖലയിലുള്ള ആളുകളുടെയൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കാണുന്നുണ്ട്. അവർക്ക് ലാക്ക് ഓഫ് എക്സസൈസ് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള ഒരു സമയം കിട്ടാത്ത കാരണം കൊണ്ടും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുന്നിട്ടുള്ള ജോലിയാകുമ്പോൾ അറിയാലോ, ഈ ഇരിക്കുമ്പോൾ അവിടേക്കുള്ള പ്രഷർ കാരണം രക്തയോട്ടത്തെ നല്ല രീതിയിൽ ബാധിക്കും. അതും അവർക്ക് ലൈംഗികപരമായിട്ടുള്ള ശേഷിക്കുറവുകൾ കാണിക്കാറുണ്ട്. പിന്നെ അടുത്ത കാരണമാണ് അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ മദ്യപാനം, പുകവലി പോലുള്ള ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള മാസ്റ്റർബേഷൻ, ഇതൊക്കെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടത്തെ നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്യും. മദ്യപാനം അതുപോലെ തന്നെ പുകവലിയൊക്കെ നല്ല രീതിയിൽ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടത്തെ ബ്ലോക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഈ നമ്മൾ അസുഖത്തെ നോക്കും, എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടാണോ ഇത് വന്നത് എന്നുള്ളത് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ദുശ്ശീലങ്ങളുടെ ഭാഗമായിട്ടാണോ ഇത് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ പല ആളുകളും മിസ്സായി പോകുന്ന ഒരു സംഭവമാണ് മൈൻഡ്. അവർക്ക് എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആങ്സൈറ്റി, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ഇത് നല്ല രീതിയിൽ അങ്ങോട്ടേക്കുള്ള രക്തയോട്ടത്തെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടത്തെ ബാധിക്കുന്ന കാരണങ്ങൾ. ഇനി ഇതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളത്. നമ്മളെക്കൊണ്ട് സ്വമേധയാ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ പരിഹരിക്കാം. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ഓവറായിട്ട് സ്ട്രെസ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഉറക്കക്കുറവൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മെയിനായിട്ട് അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. മൈൻഡ് നന്നായിട്ട് ഫ്രീ ആക്കി വയ്ക്കുക. ഒരു 6 to 8 hours സ്ലീപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഡയറ്റ്. നമുക്കൊക്കെ അറിയാം, നമുക്ക് ഈ ഒരു ബ്ലോക്ക് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഷുഗറുള്ള ആളുകളിലാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് നല്ല രീതിയിൽ കുറയ്ക്കുക. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കുക. അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഭയങ്കര മധുരമുള്ള ഫ്രൂട്ട് എടുക്കുന്നതും വളരെയേറെ ശ്രദ്ധിക്കണം. ഇനി കൊളസ്ട്രോൾ കാരണം കൊണ്ടാണ് ഈ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പ്രഷർ ആണെങ്കിൽ പ്രഷറിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ മെയിനായിട്ട് കാരണങ്ങൾ കണ്ടെത്തി ആ കാരണത്തെ ട്രീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ വ്യായാമ കുറവുള്ള ആളുകളിലാണെങ്കിൽ ഡെയിലി എക്സസൈസ് നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അതിൽ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കീഗിൾസ് എക്സസൈസ് മെയിനായിട്ട് ആ പെൽവിക് മസിൽസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. അപ്പോൾ ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും അത് നിർത്തിയിരിക്കണം. ആൽക്കഹോൾ വിഡ്രോവൽ അല്ലെങ്കിൽ സ്മോക്കിംഗ്, മദ്യപാന, പുകവലി കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിർത്തിയിട്ടുണ്ടാകണം. ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ട്രീറ്റ് ചെയ്യാൻ
ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു മെഡിക്കൽ ഹെൽപ്പ് നിർബന്ധമായിട്ടും എടുക്കണം, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. നമ്മുടെ ഇവിടെ ഒ പിയിൽ ഇതുപോലത്തെ ലക്ഷണങ്ങളുമായിട്ട് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടം ബ്ലോക്ക് ആയിട്ടുണ്ട്, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഷുഗർ കാരണമാണോ, പ്രഷർ കാരണമാണോ, കൊളസ്ട്രോൾ കാരണമാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കാരണം കണ്ടെത്തിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഹോമിയോ മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ താഴെ തന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്.